നമസ്കാരം. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് എതിർപക്ഷ സ്ഥാനാർത്ഥികളുടെയും വോട്ടർമാരുടെയും പേരുകൾ ഏകപക്ഷീയമായിട്ട് നീക്കം ചെയ്യുന്നുവെന്ന അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയും CPM-നെതിരെയും ശക്തമായി ഉയരുകയാണ്. 50 വർഷം മുൻപത്തെ കാലഹരണപ്പെട്ട രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇന്നും പയറ്റിക്കൊണ്ട് എതിരാളികളെ കായികമായി നേരിടുന്നതിന് പകരം ജനാധിപത്യപരമായ അവകാശങ്ങൾ നിഷേധിച്ച് തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്ന് മാറ്റാനാണ് ഭരണകക്ഷി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ കണ്ടത്. UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത നടപടി അത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് ഹൈക്കോടതി തന്നെ നിരീക്ഷിക്കുകയുണ്ടായി. സാങ്കേതികത്വമല്ല, ജനാധിപത്യമാണ് വിജയിക്കേണ്ടത് എന്ന കോടതിയുടെ സുപ്രധാനമായ പരാമർശം ഭരണസ്വാധീനം ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള ശക്തമായ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. വോട്ടവകാശം എന്നത് ഒരു പൗരന്റെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശമാണെന്നും അത് നിഷേധിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും കോടതി വ്യക്തമാക്കിയതോടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ CPM ഇത്തരം ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങൾ അവലംബിക്കുകയാണെന്ന പ്രതിപക്ഷത്തിന്റെ വാദം കൂടുതൽ ബലപ്പെട്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിയമപരമായിട്ടുള്ള തിരിച്ചടി നേരിട്ടിട്ടും സമാനമായ രീതിയിലുള്ള ജനാധിപത്യ ദംസനം അത് കോഴിക്കോട് കോർപ്പറേഷനിലും ആവർത്തിക്കപ്പെടുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് തന്നെ. കോഴിക്കോടിന്റെ സാംസ്കാരിക മുഖവും പ്രശസ്ത ചലച്ചിത്ര സംവിധായകനുമായിട്ടുള്ള VM ബിനുവിനെ മേയർ സ്ഥാനാർത്ഥിയായി UDF പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ വോട്ട് ദുരൂഹമായ സാഹചര്യത്തിൽ പട്ടികയിൽ നിന്നും അപ്രതീക്ഷിതമായത്. കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തിയ ഒരു വ്യക്തിക്ക് യാതൊരു മുന്നറിയിപ്പും കൂടാതെ വോട്ട് നഷ്ടപ്പെടുന്നത് സ്വാഭാവികമായ ഒന്നല്ലെന്നും ഇതിന് പിന്നിൽ ഗൂഢമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നും UDF നേതൃത്വം ആരോപിക്കുന്നു. 1994 കേരള മുനിസിപ്പാലിറ്റീസ് ചട്ടങ്ങൾ പ്രകാരം ഒരാളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് മുൻപായി നിയമാനുസൃതമായിട്ടുള്ള നോട്ടീസ് നൽകുകയും ആക്ഷേപങ്ങൾ ബോധിപ്പിക്കാൻ അവസരം നൽകുകയും വേണം. എന്നാൽ ഈ വിനുവിന്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രാഥമിക നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെയാണ് അധികൃതർ തിടുക്കത്തിൽ തീരുമാനമെടുത്തത്. കോഴിക്കോട് കോർപ്പറേഷനിൽ CPM-ന്റെ കുത്തക തകർക്കാൻ വിനുവിനെ പോലൊരു ജനകീയനായ സ്ഥാനാർത്ഥിക്ക് കഴിയുമെന്ന തിരിച്ചറിവാണ് ഇത്തരം അട്ടിമറി നീക്കങ്ങൾക്ക് പിന്നിലെന്നും ഇതിനെതിരെ നിയമപരമായി തന്നെ പോരാടുമെന്നും വിനുവും കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കി കഴിഞ്ഞു. സംസ്ഥാനത്തുടനീളം ഇടതുപക്ഷ സർക്കാരിനെതിരെ നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരവും തിരുവനന്തപുരം കോഴിക്കോട് കോർപ്പറേഷനുകളിൽ UDF നടത്തുന്ന മുന്നേറ്റവുമാണ് CPM-നെ ഇത്തരം നടപടികളിലേക്ക് നയിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. തിരുവനന്തപുരത്ത് ശബരിനാഥിന്റെ നേതൃത്വത്തിലുള്ള പ്രചരണവും കോഴിക്കോട് VM വിനുവിന്റെ സ്ഥാനാർത്ഥിത്വവും ഇടതുമുന്നണിയുടെ ഉറച്ച കോട്ടകളിൽ വിള്ളലുകൾ വീഴ്ത്തുമെന്ന് ഉറപ്പായതോടെ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ച് വിജയമുറപ്പിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. 45 വർഷമായി വോട്ട് ചെയ്യുന്ന VM വിനുവിനെ പോലെ ഒരാൾക്ക് വോട്ട് നിഷേധിക്കുന്നതിലൂടെ സാധാരണ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഭയത്തിൻ്റെതാണ്. എന്നാൽ ഭരണകൂടത്തിന്റെ ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്നും കോടതിയിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച് അന്തിമ വിജയം നേടുമെന്നും VM വിനു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം കൊണ്ടുവരാൻ നിയമ പോരാട്ടത്തിലൂടെയും ജനകീയ പ്രക്ഷോഭത്തിലൂടെയും സാധിക്കുമെന്നും ഇടതുപക്ഷത്തിന്റെ ജനാധിപത്യ വിരുദ്ധത അത് ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടുമെന്നും UDF സ്ഥാനാർത്ഥികൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. കോടതിയിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുമെന്നും ഒപ്പം തന്നെ അധികാരത്തിൽ വരുമെന്നും പറഞ്ഞ VM വിനുവിന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ കോഴിക്കോടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ നേരത്തെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എല്ലാ വർഷവും അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോൾ ഓരോ ഇലക്ഷൻ വരുമ്പോൾ എനിക്ക് വോട്ടുണ്ടോ പോയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അല്ല അത്ര ജാഗ്രത കുറവ്. എന്നിൻ്റെ ഒരു വിശ്വാസം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഈ മറ്റേ കോർപ്പറേഷനിൽ വോട്ട് ചെയ്താണ് ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അവിടെ ബൂത്തിലും അവിടെ പോയി നിന്നിട്ട് അതിൻ്റെ ആ കൗൺസിലിന് വേണ്ടി പ്രവർത്തിച്ച കക്ഷിയാണ്. അപ്പോൾ അതിൽ സംശയത്തിൻ്റെ സംഭവങ്ങളൊന്നും എനിക്ക് ഒരാളെ കുറ്റം പറയുക. ഇനിയിപ്പോൾ അഥവാ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ വോട്ട് നിശ്ചയിക്കാൻ ആർക്കാണ് അവകാശം? ഞാനിവിടുത്തെ പൗരനല്ലേ. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഞാനിപ്പോൾ എൻ്റെ വോട്ടിന് വേണ്ടി ഞാനിപ്പോൾ എൻ്റെ ഈ ഭരണസമിതി അല്ലെങ്കിൽ നമ്മളെ സംഘടനയിലെ വീഴ്ച വന്നതല്ല കാര്യം. അങ്ങനെ വീഴ്ച വന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ജനിച്ച് വളർന്നൊരു പൗരനാണ്. എൻ്റെ വോട്ട് ഈ ജനാധിപത്യ രാജ്യത്ത് എൻ്റെ വോട്ട് നിഷേധിക്കാനുള്ള അവകാശം ആർക്കുമില്ല. അങ്ങനെ വോട്ട് നിഷേധിക്കുന്ന ഒരു നോട്ടീസ് നൽകണം. അങ്ങനെ നോട്ടീസ് ഒന്നും കിട്ടിയിട്ടില്ല. എവിടെയെങ്കിലും ഇപ്പോൾ വീട് മാറി താമസിക്കുന്ന ഒരു കക്ഷിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മരിച്ചുപോയി നിൽക്കാൻ. അങ്ങനെയാണെങ്കിൽ തന്നെ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനും അതിന് നോട്ടീസ് കൊടുക്കാനും അങ്ങനെയൊക്കെയുള്ള രീതികളുണ്ട്. വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ട് നീക്കം ചെയ്യുക, ആരെങ്കിലും പരാതി കൊടുക്കണം. അപ്പോൾ താങ്കളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് CPM-ഉം LDF ഒക്കെ പറയുന്നത്. പരാതി കൊടുക്കാൻ പറഞ്ഞത് ഇന്നലെയല്ലേ ഇതിൻ്റെ സംഭവം തിരിച്ചു വരുന്നത്. കാരണം എനിക്ക് വോട്ടുണ്ടെന്നുള്ളത് ഞാനും ഇപ്പോൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ മറ്റേ കോൺഗ്രസ് പാർട്ടിയുടെ എൻ്റെ നേതാക്കളും എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. പിന്നെ അതിന് പ്രത്യേകമായിട്ട് പെട്ടെന്ന് എടുത്ത് നിൽക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. അപ്പോൾ
പറയൂ. വിനുവേട്ടൻ്റെ ഭാര്യയ്ക്കും മകൻ്റെയും വോട്ട് വെട്ടിയിട്ടില്ലേ? മോനുമില്ല വോട്ട്, മോനുമില്ല. ഞാൻ ബംഗ്ലാദേശിൽ നിന്ന് വന്നാന്ന് എനിക്ക് തോന്നുന്നത്, അല്ലെ പാകിസ്ഥാനിൽ നിന്ന് വന്നത്. അപ്പോൾ ആർക്കും വോട്ടില്ല നമുക്ക്. നമ്മൾ പറയുന്നത് ഒരു പ്രചാരണ തന്ത്രമാണ്, ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോൺഗ്രസിനെ കൂട്ടുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനോട് ഞങ്ങൾക്കിപ്പോൾ ഈ പ്രചരണ തന്ത്രമൊന്നും ആവശ്യമില്ല. കാരണം ജനങ്ങൾ തന്നെ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് വോട്ടില്ല പറഞ്ഞ് പ്രചരണം, അതൊക്കെ അവരുടെ തന്ത്രമല്ലേ. ഇവിടെ എല്ലാവരും, ഞാനിപ്പോൾ ഇവിടെ 2-3 ദിവസമായി ഞാൻ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ജനങ്ങളുടെയും ഏത് പാർട്ടിയിലുള്ളതാണെങ്കിൽ അല്ലാത്തവരുടെ പ്രതികരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലം ഇതിനൊരു മാറ്റം വന്നേ പറ്റൂ, സഹിച്ച് മടുത്തു എന്നാണ് ആൾക്കാർ പറയുന്നത്. മുട്ടടയിലെ സമാനമായി കല്ലായിലും സംഭവിച്ചു, അങ്ങനെയാണോ വിശ്വസിക്കുന്നത്? ഏത് തിരുവനന്തപുരത്തെ അത് തന്നെ, ഞാനത് തന്നെ വിശ്വസിക്കുന്നത്. കാരണം നടപടി പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും കോടതി നിയമമുള്ള ഇനിയിപ്പോൾ നമ്മൾക്ക് സാധാരണക്കാരൻ്റെ ഒരു ആശ്രയം, ബാക്കിയൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഭീകരമായ അന്തരീക്ഷത്തിലേക്കാണ് ഓരോ പാർട്ടിയും നേരും. കാരണം ബീഹാറിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കും. എൻ്റെ ഒരു വോട്ട് നഷ്ടപ്പെട്ടപ്പോൾ എനിക്കും എൻ്റെ പാർട്ടിക്ക് ഇത്ര വികാരം ഉണ്ടായെങ്കിൽ, വികാരപരമായിട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു. 3-4 ലക്ഷം ആൾക്കാരുടെ വോട്ടുകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ നമ്മൾ ബീഹാറിൽ കണ്ടാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും നടക്കുന്നത്. ഇത് വോട്ട് പിടിക്കാനുള്ള തന്ത്രമല്ല, പരാജയപ്പെടുത്താനുള്ള അവരുടെ തന്ത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും കൊടുത്തു. കളക്ടർ എന്തെങ്കിലും ഹിയറിങ്ങിന് വിളിക്കാന്നെങ്കിലും പറഞ്ഞോ? ആ കളക്ടറിന് വേണ്ടി നടപടിയൊക്കെ വിളിക്കാം, നാളെ ഇന്ന് വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കളക്ടറുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയില്ല, നമ്മൾ ഹൈക്കോടതിയിൽ പോകും. ഇവിടെ കോടതി ഇല്ലേ എന്ന് നമ്മളെന്താണ് പേടിക്കുന്നത്? കോടതി സത്യസന്ധമായ ഒരു വ്യവസ്ഥാപിത സ്ഥാപനമുണ്ട്. അതിൽ നിന്ന് എനിക്ക് ഭയങ്കരമായ വിശ്വാസമുണ്ട്. അതുകൊണ്ട് എനിക്കിതെല്ലാം പേടിയില്ല. ഉഷാറാണ് മോനെ. ഇതിൻ്റെ പേരിൽ ഇനി ഉഷാറാക്കലില്ല. ഇത് നമ്മൾ ഓൾറെഡി ഉഷാറാണ്. ഇപ്പോൾ 10-45 കൊല്ലമായിട്ട് ഒരു ഡെവലപ്മെൻറ്റും ഇല്ലാതെ നിൽക്കുന്ന ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ എന്നോ ജനങ്ങൾ ഉഷാറായി നിൽക്കുകയാണ്, ഇതൊന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ ഉഷാറായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ ഉഷാറിന് ഒരു കുറവും ഉണ്ടാവില്ല. ഇനി അഥവാ എനിക്ക് വോട്ടില്ല എന്ന് വിചാരിക്കാം, എനിക്ക് നീതി കിട്ടിയില്ലെന്ന് വിചാരിക്കാം, ഇവിടെയുള്ള 76 വാർഡല്ലേ, 76 വാർഡിലും ഞാനുണ്ടാവും. ഞാൻ ആഞ്ഞ് പ്രവർത്തിക്കും. കാരണം എനിക്ക് ഈ കോഴിക്കോടിൻ്റെ മുഖം ഒന്ന് മാറ്റിയെടുക്കണമെന്ന് എനിക്ക് അതിനുവേണ്ടി ഇറങ്ങിയവരാണ്. ഞാൻ സിനിമ ചെയ്ത് നടന്നവനാണ്. എനിക്കിനിപ്പോൾ കുറച്ചൊന്ന് ആൾക്കാരെയും നാടിനെയും സേവിക്കും. ഞാൻ ജനിച്ചുള്ള നാട് നന്നാക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചാൽ ഇതിൽ ഒരടി പിന്നോട്ടില്ല.